എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. നെല്ലിക്ക കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നെല്ലിക്ക കിട്ടുമ്പോൾ ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നല്ല കിഡിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു 9 നെല്ലിക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി നമുക്കിത് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാനാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി വരാം. ഇതാ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്റ്റീമറിൻ്റെ തട്ട് വെച്ച് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ നെല്ലിക്ക ഇതിലേക്ക് വെച്ച് കൊടുത്ത് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറി വരുമ്പോൾ തുറന്നിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. വീണ്ടും അതേപോലെ തന്നെ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതായത് കണ്ടില്ലേ, ഇത് വെച്ച് ഫോർക്ക് വെച്ചൊക്കെ ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും അടുപ്പിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നെല്ലിക്കയുടെ പച്ച കളറൊക്കെ മാറി വേറെ ലൈറ്റ് യെല്ലോ കളറാകും. അപ്പോൾ ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് കുരുവൊക്കെ കളഞ്ഞെടുക്കണം. അപ്പോൾ ഈസിയായിട്ട് കൈ കൊണ്ട് തന്നെ നമുക്കിത് ഇളക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് ഇളക്കിയതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി ഇടാം. നെല്ലിക്ക ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടിയാലേ നമുക്കിത് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ മധുരമൊക്കെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടണം. ആ ഒരു സമയം വരെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇത് കണ്ടില്ലേ, ഈസി ആയിട്ട് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ ഇത് വെന്ത് കിട്ടണം. വേവിച്ച് വെച്ചിരിക്കുന്ന നെല്ലിക്കയെല്ലാം ഈ ഒരു രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കി ഇളക്കിയെടുക്കാം. നെല്ലിക്ക എപ്പോഴായാലും പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത്. എന്നാലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ നന്നായിട്ട് കിട്ടുകയുള്ളൂ. ഈ ഒരു രീതിയിലൊക്കെ വേവിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അല്ലാതെ കഴിക്കാനാണെങ്കിൽ പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ എല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാത്രത്തിലേക്ക് ആക്കി കൊടുക്കാം. അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പാത്രമാണ്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു രീതിയിൽ നന്നായിട്ടൊരു സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിനെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് നെല്ലിക്കയ്ക്ക് ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കാനുള്ളതാണ്. ആ ഒരു പരുവം വരെ ഇത് അടുപ്പിൽ വെച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതാ ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി കൊടുത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പഞ്ചസാര നല്ലതുപോലെ മെൽറ്റായിട്ട് നമുക്ക് ഒരു നൂൽ പരുവാകുന്നത് വരെ ഇതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ അടപ്പ് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം ഈ ഒരു രീതിയിൽ ഇതപ്പം കളറൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടിതിൽ കളർ മാറി ഒരു നൂൽ പരുവാകുന്നത് വരെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2-3 ഏലക്കയുടെ പൊടിയും പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിനെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നല്ല കളറൊക്കെ മാറി ഏകദേശം ഒരു 3/4 പരുവോളം ആയിട്ടുണ്ട്. വീണ്ടും മൂടി വെച്ച് ഒന്നുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാരയുടെ കളറൊക്കെ മാറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട്. ഇതേപോലെ കൈ വെച്ച് നമുക്കൊന്ന് എടുത്ത് നോക്കണം. അപ്പോൾ ഒരു നൂൽ പരുവാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ ഇതിങ്ങനെ ഇരിക്കണം. അപ്പം നെല്ലിക്കയുടെ ഉള്ളിലൊക്കെ ഈ ഷുഗർ സിറപ്പ് നന്നായിട്ട് പിടിച്ച് നെല്ലിക്ക ഉൾവശമൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടണം. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കിതിനെ മൂടി വെച്ച് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഏകദേശം ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞു. അപ്പം നെല്ലിക്കയ്ക്ക് ഉള്ളിലേക്കൊക്കെ സിറപ്പ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് നെല്ലിക്ക സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ആ നെല്ലിക്കയൊക്കെ നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ആ ഷുഗർ സിറപ്പിൽ കിടന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റിൽ നെല്ലിക്ക കൊണ്ട് തയ്യാറാക്കിയ ഒരു ഐറ്റമാണ്. ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.